ഹലോ മക്കളെ, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപരാധ് എന്ന കഹാനിയാണ്. ഉദയ് പ്രകാശ് ജി എഴുതിയ അപരാധ് എന്ന കഹാനിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് മക്കളെ കഹാനി എന്ന് പറഞ്ഞാൽ? കഹാനി എന്ന് പറഞ്ഞാൽ കഥയാണ് അല്ലെ, സ്റ്റോറിയാണ്. അപരാധ്, അപരാധം അല്ലെ, കുറ്റം, അതിലുള്ള കുറ്റബോധം. എന്താണ് ഈ ഒരു കഹാനിയിലൂടെ ആ ഉദയ് പ്രകാശ് ജി പറയുന്ന അപരാധം എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ ഉദയ് പ്രകാശ് ജിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ, നമുക്ക് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. അദ്ദേഹം ജനിച്ചത് മധ്യപ്രദേശിലാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. മധ്യപ്രദേശിലെ 1952 ജനുവരി 1 ന്യൂ ഇയറിനാണ് അദ്ദേഹം ജനിച്ചത്. ജനുവരി 1 തീയതിയാണ് അദ്ദേഹം ജനിച്ചത്. മറക്കാൻ പാടില്ല കേട്ടോ. ന്യൂ ഇയറിന് ജനിച്ചത് ആരാണ്? ഉദയ് പ്രകാശ് ജി ആണ്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രമുഖ രചനായം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കവിതാ സമാഹാരങ്ങൾ, കവിതാ സംഗ്രഹിലെ സുനോ കാരിഗർ, അബൂത്തർ കബൂത്തർ, രാത് മേ ഹാർമോണിയം, അങ്ങനെ ഒരുപാട് കവിതാ സമാഹാരങ്ങളും കഥാസമാഹാരങ്ങളായി, കഥാസംഗ്രഹങ്ങളായിട്ട് എന്തൊക്കെയുണ്ട്? ദരിയായി ഘോഡ, തിരിച്ച് അവർ അന്തുമേ പ്രാർത്ഥന എന്ന് തുടങ്ങുന്ന ഒരുപാട് കഥാസമാഹാരങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാർ, ഭാരത് ഭൂഷൺ അഗർവാൾ പുരസ്കാർ, മുക്തിബോധ് സമ്മാൻ, അങ്ങനെ ഒരുപാട് അവാർഡുകളും നേടിയ ഒരു വ്യക്തിയാണ് ഉദയ് പ്രകാശ് ജി അല്ലെ. പിന്നെ അദ്ദേഹത്തിന്റെ വിശേഷതകളും ദേൻ, സംപ്രതി, ഇമെയിൽ, ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? വായിച്ചു നോക്കുക. മെയിൻലി നിങ്ങൾ എന്ത് ചെയ്യണം? അദ്ദേഹം ജനിച്ചതും അദ്ദേഹത്തിന്റെ പ്രമുഖ കൃതികളും നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. പിന്നെ അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളും. ഈ 3 പോയിന്റ് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. നമുക്ക് നേരെ കഹാനിയിലേക്ക് പോകാം. അപരാധ്. ഈ അപരാധ് എന്ന കഹാനിയിൽ ഞാൻ, എൻ്റെ ഏട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ലേഖകന്റെ കുട്ടിക്കാലത്തെ കഥയാണെന്ന് എവിടെയും സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല. ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, ഒരു ആത്മകഥാ രൂപത്തിലുള്ള ഒരു കഹാനിയാണിത്. ആത്മകഥാ രൂപത്തിലുള്ള ഒരു കഹാനി. സ്വയം ഈ ക്യാരക്ടറായിട്ട് ലേഖകൻ മാറാണ്. അല്ലാതെ ഇത് ലേഖകന്റെ കുട്ടിക്കാലത്ത് സംഭവിച്ച കാര്യമാണെന്ന് എവിടെയും പറയുന്നില്ല. അപ്പോൾ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. മേരെ ഭായ് മുജ്സേ 6 സാൽ ബഡേ ഥേ. കണ്ടില്ലേ? മേരെ ഭായ്, എൻ്റെ സഹോദരൻ. ലേഖകൻ പറയാണ് എൻ്റെ സഹോദരൻ. അങ്ങനെ ഒരു സഹോദരൻ ഉണ്ടോ എന്നുള്ള കാര്യം പോലും അറിയില്ല. ഓക്കെ, ഏതായാലും ഇമാജിൻ ചെയ്യാണ്. മേരെ ഭായ്, എൻ്റെ സഹോദരൻ, മുജ്സേ 6 സാൽ ബഡേ ഥേ, എന്നെക്കാളും 6 വയസ്സ് മുതിർന്ന ആളായിരുന്നു. മുജ്സേ, എന്നെക്കാളും 6 സാൽ 6 വർഷം, ബഡേ ഥേ മുതിർന്ന ആളായിരുന്നു, വലിയവനായിരുന്നു. ആശ്ചര്യ താ കി പൂരേ ഗാവ് മേ സഭീ ലഡ്കേ മുജ്സേ 6 വർഷ് ബഡേ ഥേ. വാട്ട് എ കോയിൻസിഡൻസ്. എന്താണ്? ആശ്ചര്യജനകമായ കാര്യമായിരുന്നു. എന്ത്? പൂരേ ഗാവ് മേ, ആ ഗ്രാമത്തിലുള്ള മുഴുവൻ ഗ്രാമത്തിൽ, ആ ഗ്രാമം മുഴുവനും, സഭീലെടുക്കെ ഉള്ള എല്ലാ ആൺകുട്ടികളും, ആ ഗ്രാമത്തിലുള്ള മുഴുവൻ ആൺകുട്ടികളും മുജ്സേ 6 വർഷ് ബഡേ ഥേ, എന്നെക്കാളും 6 വർഷം പ്രായമുള്ള കുട്ടികളായിരുന്നു എന്ന്. ഓക്കെ, ഈ ലേഖകൻ മാത്രം, അല്ലെങ്കിൽ മേം എന്ന് പറയുന്ന, ഞാൻ എന്ന് പറയുന്ന ഈ ചോട്ടാബായി മാത്രം, ചെറിയ സഹോദരനും ബഡാബായി വലിയ മൂത്ത സഹോദരനാണ് ഇതിലെ ക്യാരക്ടേഴ്സ്. ഓക്കെ, ആ ചോട്ടാബായി മാത്രമാണ് ചെറുത്. ബാക്കിയുള്ള എല്ലാവരും 6 വർഷം മുതിർന്നവരാണ്, 6 വർഷം ആ പ്രായം കൂടുതലുള്ളവരാണ്. മേം ഇസീലിയെ സബ്സേ ഛോട്ടാ ഥാ, ഞാൻ അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറുതായിരുന്നു. സബ്സേ ഛോട്ടാ, ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു. അവർ അക്കേലാ ഥാ, ഞാൻ ഒറ്റക്കുമായിരുന്നു, ഞാൻ തനിച്ചായിരുന്നു. പിന്നെ സബ് ഖേൽത്തേ തോ ഉൻകെ പീഛേ മേ ലഗ് ജാതാ. സബ് ഖേൽത്തേ തോ, എല്ലാവരും കളിക്കുമ്പോൾ, ഖേൽന എന്ന് പറഞ്ഞാൽ കളിക്കുക, പ്ലേ ചെയ്യുക അല്ലെ, പ്ലേയിങ്. ഉൻകെ പീഛേ മേ ലഗ് ജാതാ, ഞാൻ അവരുടെ പിന്നാലെ അങ്ങനെ ഓടും. അതല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അവരോടൊപ്പം ഓടിയെത്താനുള്ള പ്രായം ആർക്കെത്തിയിട്ടില്ല, ഈ ചോട്ടാ ബായിക്ക് എത്തിയിട്ടില്ല. പിന്നെ മേരെ ഭായ് ബച്പൻ സേ അപാഹിജ് തേ. മേരെ ഭായ്, എൻ്റെ സഹോദരൻ, ബച്പൻ സേ, കുട്ടിക്കാലം മുതലേ, അപാഹിജ് തേ, ഹാൻഡിക്യാപ്ഡ് ആണ്, അംഗവൈകല്യമുള്ള ആളായിരുന്നു. ഉൻകെ ഏക് പൈർ കോ പോളിയോ ഹോ ഗയാ ഥാ, അദ്ദേഹത്തിന്റെ ഒരു കാലിന് പോളിയോ ബാധിച്ചിരുന്നു. ഓക്കെ, പോളിയോ ബാധിച്ചിട്ട് അങ്ങനെയാണ് ഹാൻഡിക്യാപ്ഡ് ആയത്. ലേക്കിൻ വേ ബഹുത് സുന്ദർ ഥേ. പക്ഷേ ഹാൻഡിക്യാപ്ഡ് ആണെങ്കിലും ആൾ കാണാൻ നല്ല സുന്ദരനായിരുന്നു. ആരെപ്പോലെ? നിങ്ങൾ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ആൻസർ, അതന്നെ. ഓക്കെ, ബഹുത് സുന്ദർ ഥേ, വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു അല്ലേ. പിന്നെയോ ദേവതാവും കീത്തര്, ആരെപ്പോലെയാണ്? നിങ്ങൾ മനസ്സിൽ വിചാരിച്ച പോലെയല്ല. ദേവതാവും കിത്തര്, ദേവതകളെ പോലെ മനോഹരമായിരുന്നു. പിന്നെയോ വേ ആസ് പാസ് കെ കൈ ഗാവോ മേ സബ്സെ അച്ഛേ തൈറാക്ക് ഥേ. യെസ്, വേ അദ്ദേഹം ആസ്പാസ് കെ, ചുറ്റുവട്ടത്തുള്ള പരിസരത്തുള്ള, കൈ ഗാവോ മേ, ഒരുപാട് ഗ്രാമങ്ങളിൽ നിന്ന് കുട്ടികളൊക്കെ വെച്ച് നോക്കുമ്പോഴും, സബ്സെ അച്ഛേ തൈറാക്ക് ഥേ, ഏറ്റവും നല്ല നീന്തൽക്കാരനായിരുന്നു. നന്നായിട്ട് സ്വിം ചെയ്യാൻ
ഞാൻ ആർക്കറിയാം? എൻ്റെ ഏട്ടനറിയാം. ആ ഗ്രാമത്തിൽ, ചുറ്റുവട്ടത്തുള്ള ഗ്രാമത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഏട്ടനായിരുന്നു സബ്സെ അച്ഛേ തൈറാക്ക്, ഏറ്റവും നല്ല നീന്തൽക്കാരൻ. और उनको हाथ के पंजों की लड़ाई में कोई नहीं हरा सकता था. മാത്രമല്ല ഉൻകോ അദ്ദേഹത്തെ ഹാത്ത് കെ പഞ്ചോ കി ലഡായി, പഞ്ചഗുസ്തി മത്സരം, കൈകളിലെ പഞ്ചഗുസ്തി മത്സരം, ഹാത്ത് കെ പഞ്ചോ കി ലഡായി, ലഡായി എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നൊക്കെ അർത്ഥം കേട്ടോ. ഓക്കെ, അപ്പോ പഞ്ചഗുസ്തി മത്സരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബോക്സിംഗ് അല്ല, എന്താണ് നമ്മുടെ പഞ്ചഗുസ്തി മത്സരത്തിലൊക്കെ കോയി നഹി ഹരാ സക്താ ഥാ, ആർക്കും പരാജയപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. ഏട്ടനെ തോൽപ്പിക്കാനാവില്ല മക്കളെ, തോൽപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞ പോലെ അല്ലേ, ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഏട്ടന്റെ അവസ്ഥ. ഹരാ നഹി സക്താ ഥാ, ആർക്കും പരാജയപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. ഗൂസേ സേ നാരിയൽ ഔർ ഈൻടേം തോട് ദേത്തെ ഛേ, ഗൂസേ സേ തന്റെ മുഷ്ടി കൊണ്ട് അല്ലേ, മുഷ്ടി കൊണ്ട് എന്ത് ചെയ്യും? നാരിയൽ ഔർ ഈൻടേം, തേങ്ങയും അതുപോലെ ഇഷ്ടികയും ഒക്കെ തോട് ദേത്തെ പൊട്ടിക്കുമായിരുന്നു, ഒരൊറ്റ ഇടിക്ക് ഡിഷിയും അല്ലേ. നമ്മുടെ ഏതായിരുന്നു വാത്തി അല്ലേ, വാത്തി റൈഡ് അതിൽ ഭവാനി ഇല്ലേ, ഭവാനി സിനിമന്റെ പേരെന്തായിരുന്നു? മാസ്റ്റർ അല്ലേ, മാസ്റ്ററിൽ ഭവാനി ഉണ്ടല്ലോ, വിജയ് സേതുപതിന്റെ മുഷ്ടി ഉപയോഗിച്ച് ഇഷ്ടികയും അതുപോലെ എന്തും നാരിയൽ എന്ന് പറഞ്ഞാൽ എന്താ? നാരിയൽ എന്ന് പറഞ്ഞാല് തേങ്ങ അല്ലേ, ഈ തേങ്ങയൊക്കെ ഒറ്റയടിക്ക് തകർക്കുമായിരുന്നു. ജബ്കി മേ ദുബല പത്തല ഥാ, ഏതവസ്ഥയിലാണ്? ഏട്ടൻ ഇങ്ങനെ ഫുൾ പവർഫുൾ, അയൺമാന്റെ പവർഫുൾ ആണ്. പക്ഷെ അനിയനോ മേ ദുബല പത്തല ഥാ, ഞാൻ മെലിഞ്ഞവനായിരുന്നു. ഓക്കെ, ദുബല പത്തല, മെലിഞ്ഞ ആളായിരുന്നു ഞാൻ. കംസോർ, വീക്കായിരുന്നു ഞാൻ, ബലഹീനനായിരുന്നു. ചിഡ്ചിട എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ചിഡ്ചിട എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരുന്നു അല്ലേ. ചിഡ്ചിട എന്ന് പറഞ്ഞാൽ എന്താ? ദേഷ്യം വരും പെട്ടെന്ന്. ഓക്കെ, മുझे अपने भाई से ईर्ष्या होती थी, എനിക്ക് എൻ്റെ ഏട്ടനോട് ഭയങ്കര അസൂയയായിരുന്നു. ഈർഷ്യ ഹോത്തി थी, വളരെ അസൂയായിരുന്നു. മക്കളെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയോ? മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ആണിത്. ഓക്കെ, എല്ലാവരോടും പറയാ, അപരാധ എന്ന ചാപ്റ്റർ നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് എന്ത് ചെയ്യും? സെറ്റാക്കും. എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ വേണ്ടി പറയാം. ഓക്കെ, ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കമന്റ്സിലൂടെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം, ലൈക്ക് ഒക്കെ ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. അപ്പോ അപ്പനെ ഭായി സേ ഈർഷ്യ ഹോത്തി थी, തന്റെ ജ്യേഷ്ഠനോട് അസൂയയായിരുന്നു. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ ഉൻകെ ബഹുത് സാരേ ദോസ്ത് ഥേ, അദ്ദേഹത്തിന് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. എൻ്റെ ഏട്ടന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ദോസ്ത് ഥേ, എനിക്കാണെങ്കിലോ ആ ഗ്രാമത്തിൽ ആരുമില്ല, എല്ലാവരും 6 വയസ്സിന് മുതിർന്ന ആളുകളായിരുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഗ്രാമത്തിൽ സുഹൃത്തുക്കൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ്, मैं सबसे छोटा था इसलिए मैं भाई के लिए एक उत्तरदायित्व की तरह था. मैं सबसे छोटा था, ഞാൻ എല്ലാവരെക്കാൾ ചെറുതായതുകൊണ്ട് തന്നെ इसलिए അതുകൊണ്ട് मैं भाई के लिए, ഞാൻ എൻ്റെ സഹോദരനെ സംബന്ധിച്ചിടത്തോളം एक उत्तरदायित्व की तरह था, ഒരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. എന്നെ നോക്കുക എന്ന ഉത്തരവാദിത്വം എൻ്റെ ഏട്ടനിൽ നിക്ഷിപ്തമായിരുന്നു. ഏട്ടൻ എവിടെ പോവാണെങ്കിലും എന്നെ നോക്കണം. എന്നെ നോക്കുന്ന ഡ്യൂട്ടി ആർക്കാണ്? ഏട്ടനാണ്. പിന്നെയോ വേ മുജ്സെ പ്യാർ കർത്തേ ഥേ, അദ്ദേഹം എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അല്ലേ, അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണ് അനിയനെ. ആർ മേരെ പ്രതി ഉൻകാ രൂഖ് ഏക് സംരക്ഷക് കി ജിമ്മേദാരി ജൈസാ ഥാ, മേരെ പ്രതി എന്നോട് അദ്ദേഹത്തിന് എങ്ങനെയാണ്? ഏക് സംരക്ഷക് കി ജിമ്മേദാരി ജൈസാ ഥാ, ഒരു സംരക്ഷകന്റെ ഉത്തരവാദിത്തം പോലെയായിരുന്നു അദ്ദേഹം എന്നോട് പെരുമാറിയിരുന്നത്. ഞാൻ ഒരു രക്ഷിതാവിനെ പോലെ അല്ലേ. ചില വീട്ടിലൊക്കെ അങ്ങനെയാണ്, നല്ല ഏജ് ഡിഫറൻസ് ഉള്ള മക്കൾ ഉണ്ടാവുമ്പോൾ മൂത്ത ആൾക്ക് ഇളയ ആളെന്ന് പറഞ്ഞ സ്വന്തം മകൻ അല്ലെങ്കിൽ മകളെ പോലെയൊക്കെ ആയിരിക്കും അല്ലേ. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ ബ്രദേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനൊക്കെ ഒന്ന് കമന്റ് ഒക്കെ ചെയ്യാം. ഓക്കെ, മെൻഷൻ ഒക്കെ ചെയ്യാം. ഓക്കെ, യെസ്. പിന്നെ സബ് ഖേൽത്തെ और मैं छोटा होने के कारण अकेला पड़ जाता അല്ലേ. സബ് ഖേൽത്തെ, എല്ലാവരും കളിക്കും, എല്ലാവരും കളിക്കുന്ന സമയത്ത് മേ ഛോട്ടെ ഹോനേക്കെ കാരൻ, ഞാൻ കുഞ്ഞായത് കാരണം അല്ലേ, ഞാൻ ചെറുതായത് കാരണം അക്കേലാ പട് ജാത്താ ഥോ, ഒറ്റക്ക് നിൽക്കുമ്പോൾ, ഞാൻ തനിച്ചെങ്ങനെ നിൽക്കും, എല്ലാവരും കളിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒറ്റക്ക് നിൽക്കുമ്പോൾ ഭായി ആക്കർ മേരി മദത് കർത്തേ, എൻ്റെ ഏട്ടൻ വന്ന് എന്നെ സഹായിക്കും. മേ ഭായി ആക്കർ മേരി മദത് കർത്തേ, മദത് കർണ എന്ന് പറഞ്ഞാൽ എന്താ? സഹായിക്കുക. പിന്നെയോ जोड़ी और पाली वाले कई खेलों में वे मुझे अपनी पाली में शामिल कर लेते थे. ജോഡിയായിട്ടും എന്ന് പറഞ്ഞാൽ പേരായിട്ട്, 2 പേരായിട്ടും, അതുപോലെ പാലിവാലെ ടീമായിട്ടും ഒക്കെ കൈ ഖേലോമേ, ഒരുപാട് കളികളുണ്ട്. ആ കളികളിലൊക്കെ വേ മുझे अपनी पाली में शामिल कर लेते थे, അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം ടീമിൽ ഉൾപ്പെടുത്തുമായിരുന്നു.
എന്ത് ചെയ്യും? ഏട്ടന്റെ ടീമിലേക്ക് എന്ത് ചെയ്യും? അനിയനെ ഉൾപ്പെടുത്തുമായിരുന്നു. കോയി ദൂസരാ ലഡ്ക അപ്നി പാലി മേ മുझे शामिल करके हार का खतरा नहीं उड़ाना चाहता था. അല്ലേ, നമ്മളൊക്കെ നാട്ടിൽ ടീം ഇടുമ്പോൾ അല്ലേ, 5s അല്ലെങ്കിൽ 7s ഒക്കെ കളിക്കാൻ വേണ്ടി ടീം ഇടുമ്പോൾ നമ്മൾ നല്ല ടീമിന് എന്ത് ചെയ്യും? നല്ല കളിക്കാരെ നമ്മളെ ടീമിലേക്ക് ഇടും അല്ലേ. കാരണം എന്താ? നമ്മളെ ടീം എന്ത് ചെയ്യാൻ പാടില്ല? തോക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള കുട്ടികൾ കോയി ദൂസരാലെടുക്കാം, മറ്റുള്ള ആൺകുട്ടികൾ ആരും തന്നെ അപ്നി പാലീമേ മുझे ഷാമിൽ കർക്കെ, തൻ്റെ ടീമിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ട്, ഷാമിൽ കർണ പറഞ്ഞാൽ ഉൾപ്പെടുത്തുക അല്ലേ, സ്വന്തം ടീമിൽ എന്നെ ഉൾപ്പെടുത്തി ഹാർ കാ ഖതറ നഹി ഉഡാനാ ചാഹ്താ താ, പരാജയം മണക്കാൻ അവർ ആരും ആഗ്രഹിച്ചിരുന്നില്ല അല്ലെ. ഹാർ കാ ഖതറ, ഖതറ എന്ന് പറഞ്ഞാൽ അപകടം എന്നർത്ഥം, ഡേഞ്ചർ അല്ലെ. പരാജയമാകുന്ന അപകടം രുചിക്കാൻ നഹീ ചാഹ്താ താ, അവർ ആഗ്രഹിച്ചിരുന്നില്ല. അവർക്ക് ജയിക്കണം, അതുകൊണ്ട് എന്നെ അവരുടെ ടീമിൽ എടുക്കൂല. ഏട്ടനാണെങ്കിലോ വേറെ വഴിയില്ല അല്ലേ. ഏട്ടൻ അനിയൻ നോക്കണം, ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ അനിയൻ എന്ത് ചെയ്യും? സ്വന്തം ടീമിൽ ഉൾപ്പെടുത്തുമായിരുന്നു. അക്സർ ഭായി മേരി വജഹ് ഹി ഹാർത്തെ, മിക്കവാറും ഞാൻ കാരണമാണ് എൻ്റെ ഏട്ടൻ്റെ ടീം എന്ത് ചെയ്യാറ്? പരാജയപ്പെടാറ് അല്ലേ. അക്സർ മിക്കവാറും ഭായി മേരി വജഹ്, ഞാൻ കാരണമാണ് ഹാർത്തെ പരാജയപ്പെടാറ്. ഫിർ ഭി വേ മുझसे കുച്ച് കഭി കുച്ച് നഹി കഹത്തെ थे അല്ലേ. ഫിർ ഭി എന്നാലും എന്ത് ചെയ്യാറില്ല? വേ മുझसे അദ്ദേഹം എന്നോട് കഭി ഒരിക്കലും എന്ത് ചെയ്യാറില്ല? കുച്ച് നഹി കഹത്തെ थे ഒന്നും പറയാറുണ്ടായിരുന്നില്ല. തോറ്റാലും ഏട്ടനൊന്നും പറയൂല, സാരല്ലടാ നമുക്ക് അടുത്ത കളിയിൽ നോക്കാം അല്ലേ. മേ ഉൻകി ജിമ്മേദാരി താ, ഞാൻ അദ്ദേഹത്തിന്റെ ജിമ്മേദാരി ആയിരുന്നു. ഒരിക്കൽ പറഞ്ഞു അല്ലേ, ഞാൻ ഉത്തരവാദിത്തമായിരുന്നു, റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. और वह उसे निभाना चाहते थे, അദ്ദേഹം അത് നിറവേറ്റാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. നിഭാന ചാഹത്തെ തെ, നിറവേറ്റാൻ ആഗ്രഹിച്ചിരുന്നു. ജഹാൻ തക് മുझे യാദ് ഹെ, എനിക്ക് ഓർമ്മയുള്ള കാലം അത്രയും ഏട്ടനെ കുറിച്ചുള്ള കുട്ടിക്കാലത്തെ കാര്യങ്ങൾ എനിക്ക് എത്രത്തോളം ബാക്കിലേക്ക് ഓർമ്മയുണ്ടോ അത്രയും കാലം വരെ ഉനോനെ കഭി മുझे നഹി മാര, അദ്ദേഹം എന്നെ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? നഹി മാര, അടിച്ചിട്ടില്ല. എന്നെ ഒരിക്കലും വഴക്ക് പറഞ്ഞിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല, അതേപോലെ അടിച്ചിട്ടില്ല. അത്രയ്ക്ക് സ്നേഹമാണ് ബഡാബായിക്ക് ചോട്ടാബായിയോട്. ജോ കുച്ച് മേ ബതാനാ ജാ രഹാ ഹൂം, ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യം അല്ലെ, ജോ കുച്ച് മേ ബതാനാ ജാ രഹാ ഹൂം, ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യം ഉണ്ടല്ലോ, ഉസ്കാ സംബന്ധ് ഭായി ഓർ മുझ്സേ ഹി ഹെ, അത് ഞാനും എൻ്റെ സഹോദരനും തമ്മിൽ മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അല്ലേ. ഭായി ഓർ മുझ്സേ ഹി ഹെ, ഞാനും എൻ്റെ സഹോദരനും മാത്രം ബന്ധമുള്ള ഒരു കാര്യമാണ്. ഈ ബഹുത് മഹത്വപൂർണ്ണ ഘടന, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമായിരുന്നു. ഓക്കെ, വളരെ മഹത്വപൂർണ്ണമായ ഒരു ഘടന, ഒരു സംഭവമാണത്. ऐसी घटना जो जीवन भर आपका साथ नहीं छोड़ती, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ വിട്ടുപോകില്ല. ऐसी घटना, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എങ്ങനെയുള്ളതാ? ജോ ജീവൻ ഭർ, നമ്മുടെ ജീവിതം മുഴുവനും ലൈഫ് ലോങ് നമ്മൾ എന്ത് ചെയ്യും? സാത്ത് നഹി ചോർത്തി, നമ്മെ വിട്ടുപോകില്ല. സംഭവം വീണ്ടും വീണ്ടും മനസ്സിലേക്ക് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. और അക്സർ സ്മൃതി മേ, മിക്കവാറും ഓർമ്മകളിലൊക്കെ, ബീച്ച് മേ, ഇടക്കിടക്ക് ഓർമ്മകളിലേക്ക്, കഹി അചാനക് സുലഗ്നെ ലക്തിയെ, പെട്ടെന്ന് ആളി കത്താൻ തുടങ്ങും. ഓർമ്മകളിലേക്ക് വീണ്ടും സംഭവങ്ങൾ ഇങ്ങനെ മാടി വീണ്ടും വരും. കിസി അങ്കാരെ കീത്തരെ അല്ലെ, ഒരു തീനാളം പോലെ, അങ്കാരെ എന്ന് പറഞ്ഞാൽ കനൽ പോലെ എന്നൊക്കെ അർത്ഥം. ഓക്കെ, തീ കനൽ പോലെ വീണ്ടും എന്ത് ചെയ്യും? മനസ്സിലേക്ക് ഓർമ്മകൾ ഇങ്ങനെ വരും. ഹുവാ ഉസ് ദിൻ, അന്ന് ഇതാണ് സംഭവിച്ചത്, ആ ദിവസം ഇതാണ് സംഭവിച്ചത്. ഭായി കെ സാത്ത് ഖേൽനെ ഗയ, ഞാൻ എൻ്റെ ഏട്ടനോടൊപ്പം ഖേൽനെ ഗയ, കളിക്കാൻ വേണ്ടിയിട്ട് പോയി. ഉസ് ദിൻ ബാരിഷ് ഹോ ചുക്കി തി, അന്ന് നല്ല മഴയുണ്ടായിരുന്നു. ബാരിഷ് ഹോ ചുക്കി തി, നല്ല മഴ പെയ്ത് കഴിഞ്ഞിരുന്നു. ഹോ ചുക്കി തി, മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. और शाम की ऐसी धूप फैली हुई थी, വൈകുന്നേരത്ത് ഒരു വെയിലുണ്ടല്ലോ അല്ലെ, നല്ല വെയിൽ, ഇളം വെയിൽ, അതിങ്ങനെ ഫൈലി ഹുയി തി, വ്യാപിക്കുന്നുണ്ടായിരുന്നു, സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ജോ ശരീരമേ, ആ വെയിലങ്ങോട്ട് കിട്ടുമ്പോൾ ശരീരത്തിന് എന്താണ്? ഉല്ലാസ് ബരാ കർത്തി ഹേ, ഒരു ആവേശം, ഒരു ഉല്ലാസം അങ്ങനെ മനസ്സിലേക്ക് അങ്ങ് വരും അല്ലെ. ഈവനിങ് സമയത്ത് നമ്മൾ സ്കൂൾ വിട്ട് ഇരുട്ടാവുന്നത് വരെയുള്ള ഒരു സമയം, പ്രത്യേകിച്ച് ബോയ്സിനൊക്കെ അല്ലെ, പാടത്തൊക്കെ പോയി കളിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ ടർഫിലൊക്കെ പോയി കളിക്കുന്ന കുട്ടികളാണെങ്കിൽ, ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും, ആ ഒരു സമയം എന്ന് പറയുന്നത് SSLCയുടെ മുമ്പ് വരെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ ആസ്വദിച്ചിട്ടുണ്ടാവും നല്ലോണം അല്ലേ. SSLCയുടെ മുമ്പ് വരെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നന്നായിട്ട് ഈ ഈവനിങ് ടൈമിലൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ സമയം കിട്ടിക്കോളണമെന്നില്ല അല്ലേ. ഏതായാലും ആ ഒരു സമയത്തെ ആ ഒരു കളി എന്ന് പറയുന്നത് ഭയങ്കര വൈബാണ് അല്ലേ, ഭയങ്കര മിസ്സിങ് ആണ്. ഞാനൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് എൻ്റെ ആ ഒരു ലൈഫ് അല്ലേ. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും? പാടത്തേക്ക് അങ്ങ് പോകും, ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ എന്താണെന്ന് വെച്ചാൽ കളിക്കാൻ.
അപ്പോൾ ആ ഒരു സമയത്ത് ആ വെയിലും കൂടി ഉണ്ടാവുമ്പോൾ, മഴ പെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു വെയിലും കൂടി ആവുമ്പോൾ ശരീരത്തിനൊരു ഉല്ലാസം അങ്ങനെ നിറയും. ऐसे में कोई भी गेल बहुत तेज गतिमय और सम्मोहक हो जाता है. ऐसे में ആ ഒരു അവസ്ഥയിൽ कोई भी गेल ഏത് കളിയായാലും ബഹുത്ത് തേസ് വളരെ തീവ്രം അല്ലെങ്കിൽ രൂക്ഷമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും. ഗതിമയ നല്ല സ്പീഡിൽ അവർ സമ്മോഹ ഗോജാത്ത നമുക്ക് നല്ല സന്തോഷം തരുന്ന കളിയായിരിക്കും ആ സമയത്തുള്ള കളികൾ. ഓക്കെ, പിന്നെ സഭീ ലടുക്കെ ഗഡബൽ രഹേ थे. എല്ലാവരും ഗഡബലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ പണ്ട് നിങ്ങളുടെ ജനറേഷനിൽ കണ്ടുണ്ടോ അറിയില്ല, 90s ജനിച്ചവർക്കൊക്കെ എന്ത് ചെയ്യാം, ഈ ഗഡബൽ എന്നുള്ള കളിയൊക്കെ ചിലപ്പോൾ അറിയുമായിരിക്കും. ഓക്കെ, ഇതാണ് കളി, കുട്ടിയും കോലും എന്ന് പറയുന്ന കളി. ഒരു ചെറിയ കോലുണ്ടാവും, അതേപോലെ ഒരു കയ്യിലൊരു വലിയ കോലും ഉണ്ടാവും. ഇതാണ് കയ്യിലെ കോല് കേട്ടോ, അത് നിലത്തുള്ള ചെറിയ കോല്, അതിങ്ങനെ അടിച്ചിട്ട് ഒരൊറ്റ അടിയാ. ഓക്കെ, അത്തരത്തിലൊരു കളിയുണ്ട് ഗഡബൽ ഖേൽ രഹേ थे. ഗഡബൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലക്കടി കി ചോട്ടി ചോട്ടി ഡണ്ടിയാം ഹർ ലഡ്കെ കെ പാസ് थी. ലക്കടി എന്ന് പറഞ്ഞാൽ എന്താ? ലക്കടി എന്ന് പറഞ്ഞാൽ വിറക് എന്നാണ് അല്ലേ. വിറകിന്റെ ചോട്ടി ചോട്ടി ഡണ്ടിയാം, ചെറിയ കോലുകൾ. ഓക്കെ, വിറകിന്റെ കോല്. ഹർ ലഡ്കെ കെ പാസ് थी. ഓരോ കുട്ടികളുടെ കയ്യിലും ഉണ്ട്. ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ഹോക്കി സ്റ്റിക്ക് ഒക്കെ പോലെ എല്ലാവരുടെ കയ്യിൽ ഓരോ വടി കൊടുത്തിട്ടുണ്ട്. പൂരി താക്കത്ത് സേ, മുഴുവൻ ശക്തി ഉപയോഗിച്ച് ഗഡബൽ കോ ജമീൻ പർ, ആ ഗഡബൽ, ആ കുട്ടിയും കോലില്ലേ, ആ കോലിനെ ആ ജമീൻ പർലെ നിലത്തുനിന്നും ആകെ കി ഓർ മുന്നോട്ട് ഗതി ദേത്തെ ഹുയെ, ആ സ്പീഡ് നൽകിക്കൊണ്ട്, മുന്നോട്ട് വേഗം നൽകിക്കൊണ്ട്, സീധേ മാരാ ജാ രഹാ താ, നേരെ എങ്ങനെ അടിക്കും. അതാണ് കളി. താക്കത്ത് और संवेग से, ശക്തി കാരണവും അതുപോലെ അതിന്റെ വേഗം കാരണവും നം ധർത്തി പർ അല്ലെ, നം ധർത്തി പർ ഗിരാ, ഈർപ്പമുള്ള മണ്ണിൽ വീണ് കിടക്കുന്ന. എങ്ങനെയാണ് വീഴുന്നത്? ഗഡബൽ ഗുലാട്ടിയാം ഗാത്തേ ഹുയേ, ഗുലാട്ടിയാം ഗാത്തേ ഹുയേ, അതായത് ചുറ്റിക്കറങ്ങി വളഞ്ഞ് തിരിഞ്ഞ് എന്ത് ചെയ്യും, ബൗത്ത് ദൂരത്തേക്ക് ജാത്താത്ത, വളരെ ദൂരെ വരെ അതങ്ങനെ പോകും. ഏറ്റവും കൂടുതൽ ദൂരത്തിൽ ആരാണ് അടിക്കുന്നത് അയാളാണ് വിന്നർ. ഓക്കെ, നെക്സ്റ്റ്. മുജ്മേ ന ഇത്നി താക്കത്ത് थी, എന്നിൽ അത്രക്ക് ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. മുജ്മേന ഇച്ചിനി താക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ശക്തി. അത്ര ശക്തി ഉണ്ടായിരുന്നില്ല. ന മേ ഇത്ന ബടാ ഥാ, ഞാൻ അത്രയും വലിയവനുമായിരുന്നില്ല. കി ഗഡബൽ ഉത്തിനി ദൂർ തക് പഹുഞ്ചാത്ത, അത്രയും ദൂരം എന്ത് ചെയ്യണം, അടിച്ച് തെറിപ്പിക്കുക എന്ന് പറയുന്നത് എനിക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം ഞാൻ 6 വയസ്സ് ചെറിയ കുട്ടിയാണ് അല്ലേ. ജബ്കി വഹാം ഏക് ഹോഡ്, ആ സമയത്ത് അവിടെ ഒരു ഹോഡ്, ഒരു വാശിയും ഏക്ക് പ്രതിദ്വന്ദിത ശുരു ഹോ ചുക്കീറ്റി, ഒരു മത്സരത്തിന്റെ ഒരു ആവേശമൊക്കെ അവിടെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും തമ്മിൽ ഒരുമിച്ച് കളിച്ചാൽ ആരായിരിക്കും ജയിക്കുക? അത്രയും ഡിഫറൻസ് ഉണ്ട് ഈ ബടാബായും ചോട്ടാബായും തമ്മിൽ അല്ലേ. 10ൽ പഠിക്കുന്ന കുട്ടി 4 പഠിക്കുന്ന കുട്ടീനോട് മത്സരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? 4 പഠിക്കുന്ന കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഒന്നും ചെയ്യാൻ പറ്റാതെ അല്ലേ അങ്ങനെ നിൽക്കുകയാണ്. ഇളിഭ്യനായി വിഷണ്ണനായി വികാന്തനായി ഞാൻ നിന്നു, ആര് പറഞ്ഞ പോലെ, വിനീത് ശ്രീനിവാസൻ പറഞ്ഞ പോലെ ആകെ എൻ്റെ ജീവിതം അങ്ങനെ ആയി നിൽക്കുകയാണ്. ഏതായാലും പാട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനെ യോജിച്ച. യെസ്, അപ്പോൾ ഒരു മത്സരത്തിൻ്റെ വാശിയും അതുപോലെ മത്സരത്തിൻ്റെ ഒരു ആവേശക്കട നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് അല്ലേ. കോയി ബി ഹാർന നെഹി ചാഹത്താ ഥാ, ആരും തോൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാവർക്കും ജയിക്കണം. ഈ കളി എങ്ങനെയുള്ള കളിയാ? ജിസ്മേ കോയി പാലി നെഹി ഹോത്തി കോയി കിസി കാ ജോഡിദാർ നെഹി ഹോത്താ. ആ കളിയുടെ പ്രത്യേകത എന്താ? ജിസ്മേ കോയി പാലി നെഹി ഹോത്തി, ആ കളിയിൽ ടീമില്ല. പാലി എന്ന് പറഞ്ഞ ടീം അല്ലേ, യാതൊരു ടീമും ഇല്ല. അതുപോലെ കോയി കിസി കാ ജോഡിദാർ നെഹി ഹോത്താ, ആ ജോഡിദാറും അല്ല, പെയറും അല്ല, ആരും പെയറും അല്ല, പിന്നെന്തുമല്ല, ടീമും ഇല്ല. ഹർ കോയി അപ്നി അക്കേലി ക്ഷമതാസേലെടുത്താഹി, ഓരോരുത്തരും അവരവരുടെ ക്ഷമതയോട്, കഴിവിനോടാണ് എന്ത് ചെയ്യുന്നത്, മത്സരിക്കുന്നത്. ലടുത്താഹെ, യുദ്ധം ചെയ്യുന്നത്. ഓക്കെ, മത്സരിക്കുന്നത്. ഭായി ഭി ഉസ് ഗേൽ മേ ഡൂബ് ഗയേ ഥേ, ഏട്ടനാണെങ്കിൽ ആ കളിയിലാകെ മുഴുകി നിൽക്കുകയാണ്. ഡൂബ് ഗയേ ഥേ, മുങ്ങിയിട്ടുണ്ട്. കളിയിൽ നല്ല ഇൻട്രസ്റ്റിൽ അങ്ങനെ ലയിച്ച് നിൽക്കുകയാണ്. വേ കൈ ബാർ പിച്ചഡ് രഹത്തെ, അദ്ദേഹം ഒരുപാട് നേരം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് തവണ പിച്ചഡ് രഹത്തെ, പിറകിലായി പോയിട്ടുണ്ട്, വളരെ പിറകിലായി പോയി. ഇസിലിയ, അതുകൊണ്ട് തന്നെ ഗുസ്സെ അവർ തനാവുമേ, ദേഷ്യവും പിന്നെ അതുപോലെ തനാവ് എന്ന് പറഞ്ഞ പ്രയാസം, ബുദ്ധിമുട്ട് എന്നൊക്കെ അർത്ഥം. ഓ അവർ ജ്യാദാ താക്കസെ, കൂടുതൽ ശക്തിയോടെ ഗഡബൽ ഫെങ്ഗ്രേത്തെ, ആ കുട്ടിയും കുട്ടീനെ എന്ത് ചെയ്യാണ്, അടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ദേഷ്യമുണ്ട്, ജയിക്കണം എന്നുള്ള വാശിയൊക്കെ ഏട്ടൻ്റെ മുഖത്ത് ഇങ്ങനെ കാണാം. വേ മുझे ഭൂൽ ചുക്കേത്തെ ഭുലാ ചുക്കേത്തെ, അദ്ദേഹം എന്നെ ഭുലാ ചുക്കേത്തെ, മറന്നു കഴിഞ്ഞിരുന്നു. और मैं अकेला छूट गया था, ഞാനാണെങ്കിലോ ഒറ്റക്ക് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. അക്കേല छूट गया था, ഞാൻ ആകെ ഒറ്റക്ക് വേദനിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു.
6 വർഷ പീछെ, എത്ര പിറകിലാണ്? 6 വർഷ, 6 വർഷം പിറകിലാണ് ഞാൻ. കംസോർ, വീക്ക് അല്ലേ? ഉസ് ദിൻ, ആ ദിവസം, ഉസ് ഗേൽ മേ ഷാമിൽ ഹോനെ കെ ലിയെ, ആ കളിയിൽ പങ്കെടുക്കാൻ അല്ലേ, ആ കളിയിൽ ഞാൻ പങ്കെടുക്കണമെങ്കിൽ മുझे 6 വർഷോं की दूरी पार करनी पड़ती, ഞാൻ 6 വർഷം മറികടക്കണമായിരുന്നു. ഐ ഹാവ് ടു ക്രോസ് 6 years അല്ലേ, എനിക്ക് 6 വർഷം എന്ത് ചെയ്യണം? മറികടക്കണമായിരുന്നു. ജോ മേ നഹീ കർ സക്താ ഥാ, അതെനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അപ്പൊ ഇവരെല്ലാവരും കളിക്കുമ്പോൾ ഞാൻ അങ്ങനെ മാറി നിന്നു. ഓക്കെ, ഭായി ജീത്തിനെ ലഗേച്ചേ, ഏട്ടൻ ജയിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉൻകാ ചെഹര ഖുഷി और ഉത്തേജന മേ ദഹക് രഹാ താ, അദ്ദേഹത്തിന്റെ മുഖം ഖുഷി, സന്തോഷം കൊണ്ട്, ഉത്തേജന, ആവേശം കൊണ്ടൊക്കെ ദഹക് രഹാ താ, അങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഭായി വളരെ ഹാപ്പി ആയിട്ടുണ്ട്. ഉനോനെ ഏക് ബാർ ഭി മേരി ഓർ നഹീ ദേഖാ, അദ്ദേഹം ഒരിക്കൽ പോലും എന്റെ മുഖത്തേക്ക് നോക്കുക പോലും ചെയ്തില്ല. ഉനോനെ ഏക് ബാർ ഭി, ഒരിക്കൽ പോലും, മേരി ഓർ നഹീ ദേഖാ, എന്റെ ഭാഗത്തേക്ക് നോക്കിയതേ ഇല്ല. വേ മുझे പൂരി തരഹ സേ ഭൂൽ ചുകേ थे, അദ്ദേഹം പൂർണ്ണമായും എന്നെ മറന്നു കഴിഞ്ഞിരുന്നു. മുझे പഹലി ബാർ, എനിക്ക് ആദ്യമായി യേ ലഗാ, ഇങ്ങനെ തോന്നി, കി മേ വഹാം കഹീ നഹീ ഹൂ, ഞാൻ അവിടെ എങ്ങും ഇല്ലാത്ത പോലെ, ഞാൻ സീനിനേ ഇല്ലാത്ത പോലെ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി അന്ന് ആദ്യമായിട്ട്. അല്ലാത്തപ്പോഴൊക്കെ ഏട്ടൻ എന്ത് ചെയ്യാറുണ്ട്? ടീമുള്ള കളിയാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട്, അല്ലെങ്കിൽ ജോഡിയായിട്ട്, പെയറായിട്ട് കളിക്കുന്ന കളിയാണെങ്കിൽ ഏട്ടൻ സ്വന്തം ടീമിൽ അനിയനെ ഉൾപ്പെടുത്താറുണ്ട്. പക്ഷെ അന്ന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഇൻഡിവിജ്വൽ ഗെയിം ആയതുകൊണ്ട് ടീമിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല. മുझे रोना आ रहा था, എനിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. और भाई के प्रति मेरे भीतर एक बहुत जबरदस्त प्रतिकार पैदा हो रहा था. ഭായിക്കെ പ്രതി, ഏട്ടനോട്, പ്രതി എന്ന് പറഞ്ഞാൽ എന്താ? ടുവാർഡ്സ്, അതിനോട് എന്നുള്ള അർത്ഥം. ഭായിക്കെ പ്രതി, ഭായിയോട്. മേരെ ഭീതർ, എൻ്റെ ഉള്ളിൽ, ഏക് ബഹുത് ജബർദസ്ത് പ്രതികാർ പൈദാ ഹോ രഹാ താ, ഒരു ശക്തമായ പ്രതികാരം ജനിക്കുന്നുണ്ടായിരുന്നു. ഏട്ടനോട് പ്രതികാരം ചെയ്യണം, പക വീട്ടണം എന്നുള്ള ആ ഒരു വാശിയിലാണ് അനിയൻ ഇപ്പൊ നിൽക്കുന്നത്. പെട്ടെന്ന് ചിടച്ചിടയാണെന്ന് പറഞ്ഞില്ലേ അനിയന് പെട്ടെന്ന് എന്ത് ചെയ്യും? ദേഷ്യം വരും. അനിയന് ഇഷ്ടമില്ലാത്ത കണ്ട അപ്പോൾ ഭയങ്കര വാശിയാ. ഓക്കെ, നിങ്ങളെ വീട്ടിലുണ്ട് അതേപോലെയുള്ള അനിയന്മാര്? വിചാരിച്ച് നടന്നില്ലെങ്കിൽ നിങ്ങളാണോ? ആരായാലും ഏതായാലും ഈ അനിയൻ എന്താണ്? ഭയങ്കര ചിരിച്ചനെയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രതികാർ പൈദാ ഹോ രഹാ താ, മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പ്രതികാരം ഇങ്ങനെ ജനിക്കുന്നുണ്ടായിരുന്നു. മേ അപ്പിനെ ഗഡബൽ കോ, ഞാൻ എൻ്റെ ആ വടി ഉപയോഗിച്ച്, ഗഡബൽ എന്ന് പറഞ്ഞാൽ വലിയ വടി ഉപയോഗിച്ച്, അക്കേല, ഒറ്റയ്ക്ക്, അലഗ് ഗഡാഹുവ, വേറിട്ട് നിൽക്കുക. അലഗ് ഗഡാഹുവ എന്ന് പറഞ്ഞാൽ വേറിട്ട്, അവരിൽ മാറി നിൽക്കുക. അങ്ങനെ മാറി നിന്നുകൊണ്ട് ഏക്ക് പത്തർ പർ പടക്കരാത്ത, ഒരു കല്ലിൽ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ആ വടി കൊണ്ട് ഞാനിങ്ങനെ വെറുതെ അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. പല പടക്രഹന എന്ന് പറഞ്ഞാൽ അടിക്കുക അല്ലേ. मैं ईर्ष्या, आत्महीनता, उपेक्षा और नगण्यता की आंच में झुलस रहा था. ഞാൻ ഈർഷ്യ, അസൂയയോടെയും ആത്മഹീനതയോടെയും, അതുപോലെ ഉപേക്ഷ, എന്നെ അവോയ്ഡ് ചെയ്തതിലും, അതുപോലെ നഗണ്യത, അപ്രധാനം, ഞാൻ അവിടെ പ്രാധാന്യമില്ലാത്ത, എനിക്ക് അവിടെ ഒരു സിഗ്നിഫിക്കൻസും ഇല്ല, ഒരു ഇമ്പോർട്ടൻസും ഇല്ല എന്ന ആ ഒരു ചിന്തയിൽ, ആ ആഞ്ചുമേം, ആ ഒരു തീയിൽ, ജുലസ് രഹാത്ത, ഞാൻ അങ്ങ് കരിഞ്ഞുപോയി, അല്ലെങ്കിൽ എന്താ പറയുക, കത്തിപ്പോയി. ഞാൻ ആ തീയിൽ അങ്ങനെ കത്തുകയായിരുന്നു, അല്ലെങ്കിൽ ഉരുകുകയായിരുന്നു, കരിഞ്ഞു പോയി. എനിക്ക് വല്ലാത്ത എന്താ പറയുക കുറ്റബോധം, അല്ലെങ്കിൽ എന്താ പറയുക വല്ലാത്ത സങ്കടവും നിരാശയും ഒക്കെ എൻ്റെ മനസ്സിൽ അങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഓക്കെ, പിന്നെ തഭി അചാനക് മേരാ ഗഡബൽ ചട്ടാൻ സെ ടക്രാകർ ഉഛല, തഭി, അപ്പോഴേക്കും, അചാനക്ക്, പെട്ടെന്ന് എന്ത് സംഭവിച്ചു? മേരാ ഗഡബൽ, എൻ്റെ ആ വടി ഉണ്ടല്ലോ, ആ ചട്ടാൻ സെ ടക്രാക്കർ, ഒരു പാറയിൽ അടിച്ചു. ചട്ടാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാറ, ഒരു കല്ല് അല്ലെ. ആ കല്ലില് ടക്രാക്കർ, കൂട്ടിമുട്ടി, ഉച്ചല, തിരിഞ്ഞു അല്ലെ. ആ ഒരു സീധേ നേരെ മേരെ മാതേ പറാക്കർ ലഗ, എൻ്റെ നെറ്റിയിൽ വന്ന് തട്ടി. ഞാനിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, ആ സമയത്ത് ആ വടി എന്ത് ചെയ്തു? നേരെ തിരിഞ്ഞ് എൻ്റെ നെറ്റിയിൽ വന്ന് തട്ടി. മാതേ പർ ലഗ, മാതേ പർ അല്ലേ. ഇതൊന്ന് ഓർത്തു വെക്കട്ടോ ഈ സെന്റൻസ്. എന്താണ് സംഭവിച്ചത്? പ്രതികാരം കൂടാനുള്ള കാരണമാണ്. നെറ്റിയിൽ വന്ന് തട്ടി. മാധാ ഫൂട്ട് ഗയ, എൻ്റെ നെറ്റി പൊട്ടി അല്ലേ. മാധാ ഫൂട്ട് ഗയ ഓർ ഖൂൻ ബഹനെ ലഗ, എന്നിട്ടോ ഖൂൻ ബഹനെ ലഗ, രക്തം അങ്ങനെ ഒഴുകാൻ തുടങ്ങി. മേ ചീക്ക, ഞാനാകെ അലറി വിളിച്ചു. ചീക്ക എന്ന് പറഞ്ഞാൽ അലറി വിളിക്കാം. ബായി മേരി ഓർ ദൗടെ, അപ്പോൾ ഏട്ടൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഗേൽ ബീച്ച് മേഹി രുക്ക് ഗയാ താ, കളി പകുതി വെച്ച് സ്റ്റെക്കായി പോയി. ബീച്ച് മേഹി, ബീച്ചിൽ വെച്ചല്ല, എന്താണ് ഇടയ്ക്ക് വെച്ചിട്ട് തന്നെ രുക്ക് ഗയാ താ, സ്റ്റെക്കായി, നിർത്തേണ്ടി വന്നു. ക്യാ ഹുവാ, ഏട്ടൻ വല്ലാതെ പേടിച്ചുകൊണ്ട്, ക്യാ ഹുവാ, എന്ത് പറ്റി, വാട്ട് ഹാപ്പൻഡ് അല്ലേ. ഭായി ഗബ്രാ ഗയേ थे, ഏട്ടൻ ആകെ പേടിച്ചിട്ടുണ്ടായിരുന്നു. और मेरे माथे को अपनी हथेली से दबा रहे थे,
മേരെ മാധേക്കോ എൻ്റെ നെറ്റിയെ അപ്പിനി ഹത്തേലീസെ തൻ്റെ ഉള്ളം കൈ കൊണ്ട് ദബാരഹത്തെ അമർത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു. ചോര ഒഴുകല്ലേ, അപ്പൊ അത് തടഞ്ഞു നിർത്താൻ അങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ പിടിച്ചു വെച്ചു. ആരേ? നമ്മുടെ ഏട്ടൻ. മേരാ ഗുസ്സ മിട്ടാന ഹീറ്റ, പക്ഷെ എൻ്റെ ദേഷ്യം അടങ്ങിയിരുന്നില്ല. മിട്ടാന പറഞ്ഞാൽ ഇല്ലാതാവുക. ഓക്കെ, എൻ്റെ ദേഷ്യം ഇല്ലാതായിട്ടുണ്ടായിരുന്നില്ല. മേ ഭായിക്കോ അപ്പിനി ഉപേക്ഷാക്ക ദണ്ഡ് ദേനാ ചാത്താത്ത, എന്നെ ഉപേക്ഷിച്ചതിന് ഏട്ടന് ശിക്ഷ കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. മേരി ഉപേക്ഷാക്ക, എന്നെ ഉപേക്ഷിച്ചതിന് ദണ്ഡ് ദേന ശിക്ഷ നൽകുക അല്ലെങ്കിൽ പ്രതികാരം വീട്ടാൻ ഞാൻ ചാത്താത്ത ആഗ്രഹിച്ചിരുന്നു. മേനെ ഭായിക്കോ ഛടക് ദിയ, ഞാൻ ഏട്ടനെ തട്ടിമാറ്റി. ഛടക് ദിയ എന്ന് പറഞ്ഞാൽ എന്താ? തട്ടിമാറ്റി. और खुद को छुड़ाकर घर की ओर भागा, ഞാൻ എന്നെ തന്നെ ഉപേക്ഷിച്ച് നേരെ വീട്ടിലേക്ക് ഓടി. ഓർ ഭാഗ്ന ഓടുക അല്ലെ, ഞാൻ വീട്ടിലേക്ക് നേരെ ഓടി. ഭായി ഡർ ഗയേ, ഏട്ടനാണെങ്കിലും ആകെ പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയോ और दौड़ कर मुझे मनाना चाहते थे, എന്നെ തടയാൻ ആഗ്രഹിച്ചു. ഓടല്ലേ, പോകല്ലേ, പറയാ, നിക്ക് വെയിറ്റ് ചെയ്യ്, എന്താണ് നീ പറയാൻ പോകുന്നത്, എന്താണ് പ്രശ്നം, എന്താ എന്നോട് പറയേ, നീ ഓടല്ലേ എന്ന് പറഞ്ഞ് കുറേയൊക്കെ തടയാൻ വേണ്ടിയിട്ട് നോക്കി. മനാന ചാത്താഥ, മനാന എന്ന് പറഞ്ഞാൽ തടയുക, റെസ്ട്രിക്ട് ചെയ്യുക അല്ലെ, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കുറെ ആഗ്രഹിച്ചു. ലേക്കിൻ ഉൻകാ ദായാം പയർ പോളിയോ കാ ശിക്കാർ ഥ, പക്ഷെ അദ്ദേഹത്തിന്റെ വലത് കാലം എന്തായിരുന്നു? പോളിയോയുടെ വിക്ടിമായിരുന്നു, ഇരയായിരുന്നു. ശിക്കാർ എന്ന് പറഞ്ഞാൽ എന്താ? ഇര അല്ലേ. അതുകൊണ്ട് തന്നെ വേ മേരെ സാത്ത് ദൗഡ് നഹി സക്തേ തേ, എൻ്റെ കൂടെ ഓടാൻ കഴിയുമായിരുന്നില്ല, എന്നോടൊപ്പം ഓടി ജയിക്കാൻ ഏട്ടന് കഴിഞ്ഞില്ല. ഉനോനെ ലംഗഡാക്കർ ദൗഡിനേക്ക് കോശിഷ് ബി കി, അദ്ദേഹം ഞൊണ്ടി ഓടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ലംഗഡാക്കർ എന്ന് പറഞ്ഞാൽ ഞൊണ്ടി, മുടന്തിയിട്ട് ദൗഡിനേക്ക് കോശിഷ് കി അല്ലേ, മുടന്തി ഓടാൻ വേണ്ടി പരിശ്രമിച്ചു. ലേക്കിൻ വേ ഗിർ ഗയെ, പക്ഷേ അദ്ദേഹം വീണുപോയി, താഴെ വീണുപോയി. മേരി കമീസ് ഖൂനിസെ ഭീഗ് ഗയി ഥി, എൻ്റെ ഷർട്ടൊക്കെ രക്തത്തിൽ കുളിച്ചിരുന്നു. ഓക്കെ, മേരി കമീസ്, എൻ്റെ ഷർട്ട് ഖൂനിസെ രക്തത്താൽ ഭീഗ് ഗയി ഥി, നനഞ്ഞിട്ടുണ്ടായിരുന്നു. സിർ കെ ബാൽ ഖൂനിസെ ലിഥഡ് ഗയത്തെ, തലയിലെ മുടിയൊക്കെ ചോര കൊണ്ട് ലിഥഡ് ഗയത്തെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വെള്ളം നനഞ്ഞാലുള്ള പോലെയുള്ള അല്ലെ, രക്തം കൊണ്ട് മുടിയൊക്കെ എന്തായിട്ടുണ്ട്? ഒട്ടിപ്പിടിച്ച പോലെയുണ്ട്. മാ മുझे देखकर डर गई, അമ്മ എന്നെ കണ്ടപ്പോൾ തന്നെ എന്തായി? അമ്മ പേടിച്ചുപോയി. ഡർ ഗയി, പേടിച്ചുപോയി. और रोने लगी, എന്നിട്ട് കരയാൻ തുടങ്ങി. അമ്മക്കാകെ ടെൻഷനായി. പിതാജി ഘബരായേ ഹുയെ, അച്ഛൻ പേടിച്ചുകൊണ്ട് ഗാവ് പർ പൗഡർ ഡാലിനൊക്കെ, മുറിവിൽ എൻ്റെ നെറ്റിയിലുണ്ടായ ആ മുറിവിൽ പൗഡർ ഇടാൻ തുടങ്ങി. മരുന്നിന് നമ്മുടെ പൗഡറല്ല, എന്ത് പൗഡറാണ്? മരുന്ന് മുറിവായി കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന പൗഡർ അല്ലേ, അത് ഡാലിനൊക്കെ ഇടാൻ തുടങ്ങി. മേനെ രോത്തെ ഹുയെ മാംകോ ബത്തായ, ഞാൻ കരഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു. കി മുझे ഭായിനെ ഗഡബൽ സെ മാരാ ഹേ, എന്നെ ഏട്ടൻ ഗഡബൽ കൊണ്ട്, ആ വടി കൊണ്ട് എന്നെ അടിച്ചു. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഇത്രയും സ്നേഹം കൊടുത്തിട്ടും അനിയൻ കൊടുത്ത പണി കണ്ടില്ലേ? ഇതുപോലെ നിങ്ങൾക്ക് പണി കിട്ടിയിട്ടുണ്ടാ അല്ലേ? പാവമായ ഏട്ടനൊന്നും അറിയും കൂടിയില്ല, പാവം സാധു മനുഷ്യൻ അല്ലേ. അനിയൻ പറയാണെന്ത്? ഉനോനെ മുझे ഗഡബൽ സേ മാരാ ഹേ, എന്നെ ഗഡബൽ കൊണ്ട് തല്ലി, അച്ഛാ തല്ലി അമ്മേ എന്ന് കള്ളം പറഞ്ഞു. തബി മേനെ ദേഖ, അപ്പോൾ ഞാൻ കണ്ടു. എന്താ കണ്ടത്? ബായി ലംഗടാത്തെ ഹുയെ ചലയാരേത്തെ, പാവം ആ സാധു മനുഷ്യൻ എന്ത് ചെയ്യാണ്? ലംഗടാത്തെ ഹുയെ, മുടന്തി ആരേത്തെ വരുന്നുണ്ടായിരുന്നു, അഖേലെ ഒറ്റക്ക്. ഉൻകോ ആശങ്ക ഹോഗി, അദ്ദേഹത്തിന് നല്ല ആശങ്ക ഉണ്ടായിട്ടുണ്ടാവും, സംശയം ഉണ്ടായിട്ടുണ്ടാവും. വേ ഡറേ ഹുയേ രഹേ ഹോങ്കെ, അദ്ദേഹം നന്നായിട്ട് പേടിച്ചിട്ടുണ്ടാവും. കാരണം അനിയനെ നോക്കാന്നുള്ള ഉത്തരവാദിത്തം ഏട്ടനിലായിരുന്നു അല്ലേ. അനിയൻ എന്ത് പറ്റിയാലും ഉത്തരവാദിത്തം ആർക്കാ? ഏട്ടനാണ്. ഭായി ബാർ ബാർ കഹത്തെ രഹേ, ഏട്ടൻ പിന്നെയും പറഞ്ഞുകൊണ്ടേയിരുന്നു. കി മേനെ ഇസേ നഹി മാരാ, ഏട്ടൻ എന്ത് ചെയ്തിട്ടില്ല? അവനെ അടിച്ചിട്ടില്ല, ഞാൻ അവനെ അടിച്ചിട്ടില്ല എന്ന് ഏട്ടൻ പിന്നെയും പറഞ്ഞു. ലേക്കിൻ പിതാജി ഉനെ പീട്ടേ ജാ രഹേ തേ, പക്ഷെ അച്ഛനാണെങ്കിലോ ഏട്ടനെ അടിച്ചുകൊണ്ടിരിക്കുക, ജ്യേഷ്ഠനെ അടിച്ചുകൊണ്ടേയിരുന്നു. ഭായിരോ രഹേത്തെ, എൻ്റെ സഹോദരൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വേ സച്ച് ബോൽ രഹേത്തെ, അദ്ദേഹം സത്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അടിച്ചിട്ടില്ല എന്ന് സത്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സച്ച് ബോൽ രഹേത്തെ. ലേക്കിനുനെ സസ മിൽ രഹി തി, പക്ഷേ ശിക്ഷ ലഭിച്ചുകൊണ്ടേയിരുന്നു അല്ലെ. സസ എന്ന് പറഞ്ഞാൽ എന്താ? ശിക്ഷ ലഭിച്ചുകൊണ്ടേയിരുന്നു. മേനെ ഭായി കാ ചെഹ്റ ദേഖ, ഞാൻ എൻ്റെ ഏട്ടൻ്റെ മുഖത്തേക്ക് നോക്കി, അല്ലെങ്കിൽ ഞാൻ കണ്ടു. വേ മേരി ഓർ ദേഖ് രഹത്തെ, അദ്ദേഹം എന്നെയും നോക്കുന്നുണ്ടായിരുന്നു. ഉൻകി ആംഖേ ലാൽ ഥി, അദ്ദേഹത്തിന്റെ കണ്ണുകളൊക്കെ ചുവന്നിട്ടുണ്ടായിരുന്നു. ആ ഉൻമേ കരുണ അവർ കാതർദ ഥി അല്ലെ, അതിൽ കരുണയോടെ ദയോടെയുള്ള ഒരു നോട്ടമാണ് എന്നെ നോക്കുന്നത്. അതുപോലെ കാതർദ പറഞ്ഞാൽ ലജ്ജ, നാണം അല്ലെ. എന്താണ് അല്ലേ?
ഏട്ടൻ അത്രയും ഇമോഷണൽ ആയിട്ട് നിൽക്കുകയാണ് അല്ലേ അനിയൻ. എന്താ ഇങ്ങനെ ഓരോ അനിയന്മാരുണ്ടായി കഴിഞ്ഞാൽ അല്ലേ. ജैसे वे मुझसे याचना कर रहे हो, അദ്ദേഹം എന്നോട് യാചിക്കുന്ന പോലെയാണ് എനിക്ക് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. कि मैं सच बोल दूं, ഒന്ന് സച്ച് ബോൾദോ, ഒന്ന് സത്യം പറയടാ എന്ന് ഏട്ടന്റെ കണ്ണിൽ നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞാനുണ്ടോ പറയുന്നു സത്യം? ഇല്ല. ലേക്കിൻ തബ് തക് ദേർ ഹോ ചുക്കി थी, അപ്പോഴേക്കും ലേറ്റ് ആയിട്ടുണ്ട്. ഇനി ആ സത്യം പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഏട്ടന് കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഉനേം സസാ മിൽ ചുക്കി थी, അദ്ദേഹത്തിന് ശിക്ഷയും ലഭിച്ചു കഴിഞ്ഞിരുന്നു. ഫിർ ഇത്നി ജൽദ് ബാത് കോ ബിൽകുൽ ബദൽനാ മുझे സംഭവ് ഭി നഹീ ലഗ് രഹാ था, എത്രയും പെട്ടെന്ന് തന്നെ ഈ മാറ്റി പറയാന്ന് പറഞ്ഞത് സേഫ് അല്ല അല്ലെ. ഇവിടെ സേഫ് അല്ല സജ്ജേട്ട എന്ന് പറഞ്ഞ പോലെ. എന്താണ് ഇത്തിനി ജൽദ്, ഇത്രയും പെട്ടെന്ന് തന്നെ ബാത്ത് കോ ബിൽക്കുൽ ബദൽന, പറഞ്ഞ കാര്യം അതേപടി മാറ്റി പറയാന്ന് പറയുന്നത് മുझे സംഭവ് ഭി നഹീ ലഗ് രഹാ था, എനിക്ക് സാധിക്കുമായിരുന്നില്ല. ക്യാ പത്താ പിതാജി ഫിർ മുझे ഹി മാർനെ ലഗ്തേ, ക്യാ പത്താ എന്ത് പറയാനാ, ചിലപ്പോ പിതാജി എന്ത് ചെയ്യും, ഫിർ മുझे ഭി മാർനെ ലഗ്തേ, എന്നെ അടിക്കാൻ തുടങ്ങിയാലോ. മേഡർ രഹാ था, ഞാൻ പേടിച്ചിരുന്നു. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഏട്ടനെ. അപ്പൊ അതിന്റെ ഡബിൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇപ്പൊ മാറ്റി പറഞ്ഞാലേ അനിയന് കിട്ടും. അതുകൊണ്ട് ആളാകെ പേടിച്ചിട്ടുണ്ട്. കൊന്നാലും ഞാൻ സത്യം പറയൂല. യെസ്, അനിയൻ എന്ത് ചെയ്തു, ആകെ പേടിച്ചു, കയ്യിൽ നിന്ന് പോയി. ഇത്രയൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല ഏട്ടൻ അങ്ങനെ തല്ലണം എന്നൊന്നും ചിലപ്പോൾ അനിയൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ തല്ല് കിട്ടി കഴിഞ്ഞപ്പോഴാണ്, ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത് കുറച്ച് ഓവറായി പോയോ എന്നൊരു സംശയം അല്ലേ. നമ്മളങ്ങനെ അറിയാതെ ചില കുറ്റങ്ങളൊക്കെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് ആരോടെങ്കിലൊക്കെ. അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സോറി പറഞ്ഞേ കേട്ടോ. ഓക്കെ, യെസ്. യേ ഘടന വർഷവും പുരാനി ഹെ, ഈ സംഭവം ഒരുപാട് വർഷം പണ്ട് നടന്ന കാര്യമാണ്. പുരാനി എന്ന് പറഞ്ഞാൽ പഴക്കമുള്ള അല്ലെ, പഴയതാണ്. ലേക്കിൻ ഭായി കി വേ കാത്തർ ആംഖേം അഭി മുझे കഭി ഭി കഭി കഭി ഘൂർനെ ലഗ്തി ഹെ, പക്ഷേ ഭായിയുടെ ആ കാത്തർ ആംഖേം, എന്താ പറയാ, ദയോടെയുള്ള ആ ഒരു കണ്ണുകൾ, ആ ഒരു നോട്ടം ഉണ്ടല്ലോ, അബ് ഭി ഇപ്പോഴും മുझे കഭി കഭി ഘൂർനെ ലഗ്തി, എന്നെ തുറിച്ചു നോക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഓക്കെ, എന്നെ തുറിച്ചു നോക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരാറുണ്ട്. യാചനാ കർത്തി ഹുയി, യാചിച്ചുകൊണ്ട്, സച്ച് ബോൽനെ കി ഭീഖ് മാങ്തി ഹുയി, അല്ലെ, സത്യം പറയണം എന്നുള്ള ആ ഒരു ഭിക്ഷ യാചിച്ചുകൊണ്ട്, ഭീഖ് മാങ്കന പറഞ്ഞാൽ ഭിക്ഷ യാചിക്കുക. മേരി സ്മൃതി മേ ജബ് ബി വേ ആംഖേൻ ജഗ് ഉഡ്തി ഹേ, എൻ്റെ ഓർമ്മകളിലേക്ക് എപ്പോഴാണോ ആ കണ്ണിൻ്റെ ആ ഒരു ചിത്രം മനസ്സിലേക്ക് വരുന്നത്, മേരി പൂരി ചേതന ഗ്ലാനി ബേച്ചൈനി അവർ അപരാധ് ബോധ് സേ ഭർ ഉഡ്തി ഹേ, മേരി പൂരി ചേതന, എൻ്റെ ചേതന, എൻ്റെ ആ ജീവൻ അല്ലെ, എൻ്റെ ഒരു ജീവൻ അത് ഗ്ലാനി എന്ന് പറഞ്ഞാൽ കുറ്റബോധത്തോടെയും, അതുപോലെ ബേച്ചൈനി ഒരു അസ്വസ്ഥമായിക്കൊണ്ടും, അപരാധ് ബോധസേ കുറ്റബോധം കൊണ്ടും ഒക്കെ ഭർ ഉഡ്തി ഹേ, എൻ്റെ ജീവൻ അല്ലെങ്കിൽ മനസ്സിങ്ങനെ നീറിപ്പുകയുമായിരുന്നു. പിന്നെയോ മേ അപ്നെ ഇസ് അപരാധ് കേ ലിയേ ക്ഷമ മാംഗനാ ചാഹ്താ ഹൂം, ഞാൻ ചെയ്ത ഈ ഒരു തെറ്റിന് ഞാൻ ക്ഷമ ആവശ്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ, ക്ഷമ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇസ് അപരാധ് കി സസാ പാനാ ചാഹ്താ ഹൂം, ആ ഒരു തെറ്റിന് ശിക്ഷ ലഭിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലേക്കിൻ അബ് തോ മാം ഔർ പിതാജി ബി നഹീ ഹേ, പക്ഷേ ഇപ്പോൾ അച്ഛനും ഇല്ല അമ്മയുമില്ല. ജിസ്സേ മേ യേ ബതാഊം, അവരോട് ഞാൻ ഇത് പറയണം അല്ലെ. ഉസ് ദിൻ ടീക് ടീക് ക്യാ ഹുവാ താ, അന്ന് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് അത് പറയാൻ ഇന്ന് അമ്മയും അച്ഛനും ഇല്ല. അച്ഛനും അമ്മയും ഒന്നും ജീവിച്ചിരിപ്പില്ല അല്ലേ. അന്ന് എന്താണ് സംഭവിച്ചെന്ന് പറയാൻ പിന്നെ ഞാൻ ആരോട് പറയാനാ. ഭായി ഹി തുജേ ക്ഷമാ കർ സക്തേ ഹേ, ഭായി ഹി മുझे ക്ഷമാ കർ സക്തേ ഹേ, ആ ഏട്ടന് മാത്രമേ എന്നോട് ക്ഷമിക്കാൻ കഴിയുള്ളൂ. ജിനെ മേരെ ഝൂട്ട് കാ ദണ്ഡ് ഭോഗ്നാ പടാ, ഞാൻ പറഞ്ഞ കള്ളത്തിന്റെ ശിക്ഷ, ഞാൻ പറഞ്ഞ ആ കളവിന്റെ ശിക്ഷ അനുഭവിച്ചത് അദ്ദേഹമാണ് അല്ലേ. ഉൻസേ മേനെ ഇസ് ഘടന കാ സിക്ർ ഭി കർനാ ചാഹ, അദ്ദേഹത്തോട് ഞാൻ ഈ ഒരു കാര്യം വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു അല്ലേ. സിക്ർ കർണ വിവരിക്കാൻ, അന്ന് എന്താണ് ഉണ്ടായത് എന്നുള്ളത് ഏട്ടനോട് പറയാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. ലേക്കിൻ ഉനേ വോ ഘടന യാദ് ഹി നഹി, പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു സംഭവം യാദ് ഹി നഹി, ഓർമ്മയെ ഉണ്ടായിരുന്നില്ല. വേ ഇസെ ബിൽക്കുൽ പുരി തര ഭൂൽ ചുക്കേ ഹേ, അദ്ദേഹം പൂർണ്ണമായും അതൊക്കെ മറന്നു കഴിഞ്ഞിരുന്നു. പിന്നെ തോ ഇസ് അപരാധ് കേ ലിയേ മുझे ക്ഷമ കോൻ കർ സക്താ ഹേ, അപ്പോൾ ഈ ഒരു കുറ്റത്തിന് ആർക്കാണ് എന്നോട് ക്ഷമിക്കാൻ കഴിയുക, ആരെനിക്ക് ക്ഷമ തരും അല്ലെ. കോൻ കർ സക്താ ഹേ, ആർക്ക് ചെയ്യാൻ സാധിക്കും. ക്യാ ऐसा अपराध नहीं है जिसके बारे में लिया गया जो निर्णय था वो गलत और अन्यायपूर्ण था, लेकिन जिसे अब बदला नहीं जा सकता അല്ലേ. ക്യാ യേ ऐसा अपराध नहीं है, ഇത് ഇങ്ങനെയുള്ള ഒരു അപരാധമാണോ അല്ലയോ. ജിസ്കെ ബാരെ മേ ലിയാ ഗയാ ജോ നിർണയ ഥാ, ആ ഒരു കുറ്റത്തിന് വേണ്ടി എടുത്തിരുന്ന ആ ഒരു തീരുമാനം ഉണ്ടല്ലോ അല്ലെ, അച്ഛൻ മൂത്ത സഹോദരൻ അടിക്കണമെന്ന ആ ഒരു തീരുമാനം, വ ഗലത്, അത് തെറ്റായിരുന്നു. അവർ അന്യായപൂർണ്ണ അന്യായവുമായിരുന്നു. ലേക്കിൻ ജിസെ അബ് ബദലാ നഹീ ജാ സക്ത, പക്ഷേ ഇപ്പോൾ അതിന് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് മാറ്റാനൊന്നും ഇനി കഴിയുകയില്ല. അത്തരത്തിലൊരു അപരാധമായി പോയോ എന്നാണ് ലേഖകൻ ആയ ആ ഒരു സങ്കല്പിക്കുകയാണല്ലോ അല്ലെ. ലേഖന്റെ കുട്ടികൾ നടന്നാണെന്ന് യാതൊരു ഉറപ്പൊന്നുമില്ല, എങ്കിലും ആ ചോട്ടാ ബായി ഇങ്ങനെ മനസ്സിലോർക്കുകയാണ് അല്ലേ.
और क्या ये ऐसा अपराध नहीं है? എന്താ ഇത് ഇങ്ങനെയുള്ള ഒരു അപരാധമല്ലേ? ജിസേ കഭീ ബി ക്ഷമ നഹീ കിയാ ജാ സക്ത, ഒരിക്കലും ഒരു ക്ഷമ കിട്ടൂല എന്നാണോ പറയുന്നത്? ഇതിലൊരു ഒരു എന്താ പറയാ, ഒരു ക്ഷമ അല്ലേ, അത് ഇനി കിട്ടൂല എന്നാണോ? ക്യോങ്കി ഇസ്സേ മുക്തി അബ് അസംഭവ് ഹോ ചുക്കി ഹെ, എന്തുകൊണ്ടെന്നാൽ ഇതിൽ നിന്നൊരു മുക്തി ഇപ്പോൾ അസാധ്യമായിരിക്കുന്നു. ഇനി അത് പറയാനോ പറഞ്ഞിട്ട് കാര്യമില്ല, അന്ന് സംഭവിക്കേണ്ടത് സംഭവിച്ചു. ചില കുറ്റങ്ങൾ അങ്ങനെയാണ്, നമുക്ക് തിരുത്താനാവില്ല അല്ലേ? ഒരു നിമിഷ നേരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ചില ചെറിയ കള്ളങ്ങൾ അല്ലെങ്കിൽ ചെറിയ കുറ്റങ്ങൾ ഉണ്ടാവും, അത് വലിയ ആഘാതമാണ് പിന്നീട് സൃഷ്ടിക്കുക അല്ലേ? അത് നമുക്ക് ചിലപ്പോൾ തിരുത്താനേ കഴിയൂല. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ആരെങ്കിലുമൊക്കെ ചെറുതായിട്ടെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ക്ഷമാപണം നടത്തുക അല്ലേ? ക്ഷമാപണം നടത്തുന്നതുകൊണ്ട് ആരും ചെറുതാവുന്നില്ല, നമ്മൾ വലുതാവുന്നേ ഉള്ളൂ. നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ പേഴ്സണാലിറ്റി എന്ത് ചെയ്യാണ്, വലുതാവുന്നേ ഉള്ളൂ അല്ലേ? നമ്മൾ തെറ്റ് ചെയ്തു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ക്ഷമ ചോദിക്കണം. അതിൽ യാതൊരു പ്രശ്നം, മാക്സിമം തെറ്റുകളൊന്നും ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. മനുഷ്യന്മാരല്ലേ, തെറ്റുകൾ സംഭവിക്കും. ആ തെറ്റുകൾ സംഭവിച്ച് അത് തിരുത്തേണ്ട ബാധ്യത നമുക്കുണ്ട് അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം, ആരെയാണോ അത് ബാധിച്ചത്, ആരെയാണോ അത് അഫക്റ്റ് ചെയ്തത്, അവരോട് നേരിട്ട് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സോറി പറയാം അല്ലേ? അപ്പോൾ നമ്മളുടെ മഹത്വം, നമ്മുടെ മൂല്യം വലുതാവേ ഉള്ളൂ അല്ലേ? നമ്മൾ നല്ല മനുഷ്യനായി മാറേയുള്ളൂ. അപ്പോൾ ഇതാണ് അപരാധി എന്ന കഹാനി ഉദയ് പ്രകാശ് ജി എഴുതിയ. അടിപൊളിയായിട്ട് മനസ്സിലായ മക്കളെ, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്തോളൂ, ഈ ചാപ്റ്ററിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് ക്ലാസ്സിൻ്റെ അവസാനം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ചാപ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.